ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രോസസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കുറുമയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാമോ? അപ്പം നമുക്കിതിന് വേണ്ടുന്ന വെജിറ്റബിള് ഉരുളക്കിഴങ്ങ് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഒരു 3 എണ്ണം, പിന്നെ ബീൻസ് കുറച്ചൊരു 200 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് പച്ചമുളക് ഒരു 2 എണ്ണം, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം, കടുക്, വറ്റൽമുളക്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അരമുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി വേണം. അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്, കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ 1 കപ്പിൽ ഞാൻ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് കുക്കറിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ എല്ലാം ഇടാം. അപ്പോൾ നമുക്ക് ഇട്ട് വേവിക്കാം. 3 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഇട്ടു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. അപ്പോൾ വെജിറ്റബിൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് തേങ്ങാപ്പാലും കൂടി നമ്മൾ എടുത്ത് വെച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അടുപ്പയിൽ വെച്ച്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം, വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് അത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി നേരം 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ അപ്പമാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. ഇല്ലാത്തവർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം.